നമ്മുടെയൊക്കെ ലൈഫിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ടല്ലേ. നമ്മൾ ചിലർ അതൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. പക്ഷേ സന്തോഷം നിറഞ്ഞ ചില നിമിഷങ്ങളിലൂടെ എല്ലാം ഡെയിലി എങ്കിൽ പോലും നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എഴുത്തിൻ്റെ പരിപാടിയിലൊക്കെയാണ് കേട്ടോ. ഈ പറയുന്ന എഴുത്തോ അല്ലെങ്കിൽ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ദേ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊക്കെ അതേ കൂടെ നടന്നോളും. നമുക്ക് ഇന്ന് പറയാനുള്ളത്, ഇന്ന് നമ്മളൊരു ജ്വല്ലറി മേക്ക് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മളുടെ കയ്യിൽ ഒരുപാട് പെൻഡൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഏത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ജ്വല്ലറി ഉണ്ടാക്കാൻ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഈ കൺഫ്യൂഷനൊക്കെ മാറി അവസാനം നമ്മളൊരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ജ്വല്ലറി എന്ന് പറയുന്നത്. കുറച്ച് യുണീക്കായിട്ടുള്ള ഡിസൈനിൽ വേണം, കുറച്ച് യുണീക്കായിട്ട് അത് കാണുമ്പോൾ തോന്നണം, അവർക്ക് ഇഷ്ടമാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിൽ ഉണ്ടാക്കി നോക്കുന്നതാണ് കേട്ടോ. അപ്പം ആ ഒരു ഇത് നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ഒരു ഇത് വരുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ ഫൈനൽ ആർക്കാണ് കൊടുത്തതെന്നൊക്കെ ഉള്ളത് നമ്മൾ അധികം വൈകാതെ തന്നെ നമ്മളുടെ ചാനലിൽ തന്നെ വീഡിയോസിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ മാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ